ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട രാജ്യം ഏത്? ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? അമേരിക്ക. ജപ്പാനിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിലാണ്. അമേരിക്ക ആദ്യമായി അണുബോംബ് വർഷിച്ചത് ജപ്പാനിലെ ഏത് നഗരത്തിലാണ്? ഹിരോഷിമ. അമേരിക്ക രണ്ടാമതായി അണുബോംബ് പ്രയോഗിച്ച ജപ്പാനിലെ നഗരം ഏത്? നാഗസാക്കി. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 9. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം? 8:15. നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് പ്രയോഗിച്ച സമയം? 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഫാറ്റ്മാൻ. ലിറ്റിൽ ബോയ് അണുബോംബിന്റെ ഭാരം എത്ര? 4400 കിലോഗ്രാം. ഫാറ്റ്മാൻ അണുബോംബിന്റെ ഭാരം? 4670 കിലോഗ്രാം. ലിറ്റിൽ ബോയ് അണുബോംബിന്റെ നീളം എത്രയാണ്? 3 മീറ്റർ. ഫാറ്റ്മാൻ അണുബോംബിന്റെ നീളം എത്രയാണ്? 3.3 മീറ്റർ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്ത്? എനോള ഗേ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ബോസ്കർ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേരെന്ത്? പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേരെന്ത്? ക്യാപ്റ്റൻ മേജർ സ്വീനി. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ആറ്റം ബോംബിന്റെ പിതാവ്? റോബർട്ട് ഓപ്പൺഹൈമർ.
അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്ത്? ഹിബാക്കുഷ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ഹോൻഷു ദ്വീപുകൾ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ക്യുഷു ദ്വീപുകൾ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം? ഒലിയാണ്ടർ. ഹിരോഷിമയിലെ അണുബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ പേര്? സഡാക്കോ സസാക്കി. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്? ജപ്പാൻ. മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ എത്ര വെളുത്ത കൊക്കുകളെയാണ് സഡാക്കോ സസാക്കി ഉണ്ടാക്കിയത്? 644. സഡാക്കോ സസാക്കി നിർമ്മിച്ച ലോകസമാധാനത്തിന്റെ പ്രതീകമായ കടലാസു കൊക്കിന്റെ പേരെന്ത്? സഡാക്കോ കൊക്ക്. ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ പേര്? ഐക്യരാഷ്ട്ര സംഘടന. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.